ഹലോ ടീച്ചേഴ്സ്, ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എജുബുണ്ടുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് രണ്ട് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എജുബുണ്ടുവിൽ കാണിക്കണില്ല, അതുപോലെ തെസോറസ് കാണിക്കണില്ല, അത് എങ്ങനെയാണ് സെറ്റിങ്സിൽ ചെയ്യാന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. എജുബുണ്ടു വെർഷൻ, അതായത് ഉബുണ്ടുവിൻ്റെ എഡ്യൂക്കേഷണൽ വെർഷൻ ആയിട്ടുള്ള 14.04 ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ ഇത് കാണിക്കാതിരിക്കാനുള്ള ഒരു കാരണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മിക്കവാറും ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യ എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അതാണൊരു നമുക്ക് ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചിലപ്പോൾ വരാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നത്. അപ്പം നമുക്കത് സിമ്പിളായിട്ട് സെറ്റിങ്സിലൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് കാണിക്കാം. ഹലോ, അപ്പോൾ ഞാൻ ഇവിടെ ഹലോ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചിട്ടുണ്ട്. ഇനി വെൽക്കം എന്നുള്ളതിൻ്റെ അവസാനം ഈടാതെ അതും തെറ്റിക്കുകയാണ്. ന്യൂ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിച്ചെഴുതാം. ഓക്കെ, നമുക്ക് ട്യൂട്ടോറിയൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കാണിക്കണില്ല, അടിയിൽ റെഡ് വേവി ലൈൻ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ടൂൾസിൽ പോയി സ്പെല്ലിങ് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്, അതൊന്ന് നോക്കാം. സ്പെല്ലിംഗ് ചെക്ക് കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്, അതായത് യാതൊരു എററും ഇല്ല. സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടി ടൂൾസിൽ ഓപ്ഷനിൽ പോയിട്ട് അതിൽ നമ്മൾ ലാംഗ്വേജ് സെറ്റിങ്സ് എന്നുള്ള അത് എക്സ്പാൻഡ് ചെയ്യാം. ലാംഗ്വേജസ് എന്ന് കാണാം. അതിൽ നമ്മൾ വെസ്റ്റേൺ എന്നുള്ളതിന് നേരെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നായിരിക്കും. അത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് USA എന്നാക്കുക. അതിനുശേഷം ഓക്കെ ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്പെല്ലിങ് ടൂൾസിൽ പോയിട്ടുള്ള സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ കീബോർഡ് F7 പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്പെല്ലിങ്ങിൽ ഉള്ള എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹലോ എന്നുള്ളതിൻ്റെ സജഷൻ വരുന്നുണ്ട്. നമുക്ക് ശരിയായ വാക്കുകൾ അവിടുന്ന് സജഷൻ ലിസ്റ്റ് സെലക്ട് ചെയ്ത് തിരുത്താം. ന്യൂ കറക്റ്റ് ചെയ്യാം. ട്യൂട്ടോറിയലിൻ്റെ സ്പെല്ലിങ് ട്യൂട്ടോറിയലാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി തെറ്റിച്ചിട്ട് വേറൊരു വാക്ക് ചെയ്യാം. ദേർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ റെഡ് വേവി ലൈന് കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ടൂൾസിൽ ഇതിൽ പോകുമ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് എടുത്തിട്ട് ഇതിൽ ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ് എന്നുള്ളത് ഓക്കെ അടിക്കും. ഇവിടുന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത തെറ്റിച്ച് നോക്കാം. നമുക്ക് കോമൺ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് തിരിച്ചു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അടിയിൽ റെഡ് വേവി ലൈന് വരുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കാണിക്കാൻ. ഇങ്ങനെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും തിരുത്താവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി സൗകര്യം. പെട്ടെന്ന് വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെഡ് വേവി ലൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ തെസോറസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാക്കടിച്ചു, സ്മോൾ എന്ന് പറഞ്ഞൊരു വേർഡ് അടിച്ചു. നമുക്കതിൻ്റെ തെസോറസ് ഇവിടെ നോക്കുമ്പോൾ ടൂൾസിൽ ലാംഗ്വേജിൽ നോക്കുമ്പോൾ തെസോറസ് എന്ന് പറഞ്ഞ ഓപ്ഷന് ആക്റ്റീവ് അല്ല. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ അല്ല. തെസോറസ് എന്ന് പറഞ്ഞ ലൈബ്രറി ഇല്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ടെർമിനലിൽ നിന്ന് അടിച്ചെടുത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് പേസ്റ്റ് ചെയ്യാം. തെസോറസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് sudo apt എന്ന് പറഞ്ഞിട്ടുള്ള അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചോദിക്കും. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കൊടുക്കുക. പിന്നെ നമ്മൾ
ഇൻസ്റ്റാൾ ചെയ്യണോ വെരിഫിക്കേഷൻ കൂടാതെ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക, വൈ അടിച്ചാൽ മതി, എൻ്റർ അടിക്കുക. അതിന് ശേഷം ഇൻസ്റ്റാൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വളരെ കുറഞ്ഞ സൈസിൽ മാത്രമേ നെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. നെറ്റ് കണക്ട് ചെയ്യണം. ഓക്കെ, ഇന്റർനെറ്റ് കണക്ട് ആയിരിക്കണം. ഇത് നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് സ്മോൾ സെലക്ട് ചെയ്തതിനു ശേഷം ഈ വേർഡ് സെറ്റ് നമുക്ക് നോക്കാം. ഇവിടെ thesaurus എന്ന ഓപ്ഷൻ കാണിക്കണില്ല. ക്ലോസ് ചെയ്ത് ഒന്നും കൂടി ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ വന്നതായിട്ട് കാണാം. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ നിലവിൽ ഓപ്പൺ ആയി നിൽക്കുകയാണെങ്കിൽ അത് ആക്കണോണ്ടാണ്. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താൽ മതി. ടൂൾസിൽ നോക്കാം, സ്മോൾ എന്നുള്ളതിൻ്റെ സിനോണിയംസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇഷ്ടംപോലെ നമുക്ക് സിനോണിംസ് കാണാം. ലിറ്റിൽ, ടിനി, അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് വേർഡ്സുകൾ കാണാം. ഓക്കെ, താങ്ക് യു.